ദൈവതിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിന ആശംസകൾ മുന്നമേ പ്രാർത്ഥനാപൂർവ്വം നേരുകയാണ്. എല്ലാവർക്കും സന്തോഷമാണല്ലോ. കഴിഞ്ഞ 50 ദിനരാത്രങ്ങൾ നമ്മൾ നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ആന്തരിക മനുഷ്യനെ ബലപ്പെടുത്തുവാൻ തക്കവിധം ആ തീർത്ഥാടനം ഇന്ന് പൂർത്തിയാകുമ്പോൾ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: ഒടുവിലാണ് ഞാൻ ഉണർന്നത്, ഞാൻ കാലാ പെറുക്കുന്നവനെ പോലെ ആയിരുന്നു, ഞാൻ മുന്തിരി പഴം ശേഖരിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും പിന്നിലായിരുന്നു, എന്നാൽ നമ്മുടെ കർത്താവ് എന്നെ അനുഗ്രഹിച്ച് മുന്നിലെത്തിച്ചു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു: ഉണർന്ന് പ്രശോഭിക്കുക എന്ന്. ഈ ഈസ്റ്റർ ദിനത്തിൽ നമ്മുടെ ജീവിതത്തിൽ മടി എടുത്തു മാറ്റിയിട്ട്, നമ്മുടെ അലസത എടുത്തു മാറ്റിയിട്ട്, നമ്മുടെ എല്ലാ ദുർമാർഗങ്ങളും ദുർനടപ്പുകളും എടുത്തു മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ഈ ഉണർവ് മക്കളെ നമ്മൾ ആത്മീയ ചൈതന്യമുള്ളവരായി, പരിശുദ്ധാത്മ നൽവരങ്ങളുള്ളവരായി കൂടുതൽ പ്രശോഭിക്കുവാൻ, കാലാപെറുക്കുന്ന ഒരു അനുഭവം അത് നമുക്ക് കർഷകർക്ക് മാത്രമാണ്. ഈ കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ കൃഷിയിടങ്ങളിലെ നല്ല ഫലങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അവിടെ ഇവിടെയുമായി ചിന്നിച്ചിതറി കിടക്കുന്നത് നമ്മൾ വീണ്ടും ഒന്നുകൂടി ആ പാടശേഖരത്ത് പോയി പകർത്തി എടുക്കുന്നതാണ് ആ കാലാപെറുക്കുക എന്ന് പറയുന്നത്. ഇതാണ് പാപം ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ഈ പാപത്തിന്റെ അവസ്ഥ ഇങ്ങനെ നമ്മുടെ കൃഷിയെ, നമ്മുടെ ഉപജീവന മാർഗത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ എല്ലാം കാർന്നു തിന്നും. അതുകൊണ്ട് ഈ കാലാപെറുക്കുന്ന അവസ്ഥ, ഈ മുന്തിരിപ്പഴം ശേഖരിക്കുന്നിടത്ത് നമ്മൾ ഏറ്റവും പിന്നിലായിരുന്നിടത്ത് നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ മുൻപന്തിയിൽ എത്തിക്കുന്ന ആ ഒരു വലിയ ഉണർവ്, ഒടുവിലാണ് ഞാൻ ഉണർന്നതെന്ന് പ്രഭാഷകൻ പറയുമ്പോൾ, ഇതാ ഈ ഉയർപ്പ് പെരുന്നാളിലൂടെ ഉണർന്ന് പ്രശോഭിക്കുവാൻ, യെശയ്യാ പ്രവാചകൻ പറയുന്നത് പോലെ പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ധൂർത്തപുത്രൻ വഴിതെറ്റിപ്പോയിട്ട് ഏറ്റവും അവസാനം തൻ്റെ മാനസാന്തരത്തിലൂടെ ഉണർന്ന് പ്രശോഭിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് ഓടി വരുന്നത് പോലെ ഉണർന്ന് പ്രശോഭിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ഈസ്റ്റർ ദിന ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം പുത്തൂർക്കുടിയിൽ ജയ്മോനച്ചൻ.